അയ്യപ്പൻ തിന്തകത്വവും സ്വാമി തിന്തകത്വവും പാണ്ടിമേളം പകർന്ന ആവേശത്തിൽ മുഖരിതമാണ് എരുമേലി. ലോക നന്മയ്ക്കായി ദുഷ്ടനിഗ്രഹം നടത്തിയ മഹർഷി മർദ്ദകന് പ്രണാമമർപ്പിച്ച് ആനന്ദ നൃത്തം ചവിട്ടുകയാണ് ഇവിടെ അയ്യപ്പ ഭക്തന്മാർ. എരുമേലി പേട്ടയിലുള്ള കൊച്ചമ്പലത്തിൻ്റെ മുന്നിൽ നിന്നാണ് പേട്ടതുള്ളൽ തുടങ്ങുക. ദേഹമാസകലം ചായം തേച്ച മനസ്സും ശരീരവും നിറയെ അയ്യപ്പന് സമർപ്പിച്ച തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തിന് ഓർമ്മ പുതുക്കിയുള്ളതാണ് പേട്ടതുള്ളൽ എന്ന ഐതിഹ്യം. മണികണ്ഠസ്വാമി എരുമേലിയിലെത്തിയപ്പോഴാണ് മഹർഷി നാട്ടിൽ സംഹാര താണ്ഡവമാടി ജനങ്ങളെ ഉപദ്രവിക്കുന്നുവെന്ന കഥയറിയുന്നത്. തൻ്റെ അവതാര ലക്ഷ്യം നേടേണ്ടതിന് സമയമായതായി മനസ്സിലാക്കിയ മണികണ്ഠൻ മഹിഷിയെ തേടി ദേവലോകത്തെത്തി. പ്രതികാരദാഹിയായ മഹിഷി മണികണ്ഠന് നേരെ ആഞ്ഞെടുത്തു. മണികണ്ഠൻ മഹിഷിയെ കൊമ്പിൽ പിടിച്ച ഭൂമിയിലേക്കെറിഞ്ഞു. അത് വീണത് അഴുത നദിക്കരയിൽ. മഹിഷിയെ നിഗ്രഹിച്ചതിൻ്റെ സന്തോഷം പങ്കിട്ടാണ് പേട്ടതുള്ളൽ നടക്കുന്നതെന്നാണ് ഒരു കഥ. മറ്റൊരു കഥ ഉദയനനുമായി ബന്ധപ്പെട്ടതാണ്. കരിമലക്കോട്ടയുടെ അധിപനായിരുന്ന ഉദയനൻ്റെ മറവപ്പടയെ തോൽപ്പിക്കുന്നതിന് അയ്യപ്പനും സൈന്യങ്ങളും എരുമേലിയിൽ എത്തിച്ചേർന്നുവെന്നാണ് വിശ്വാസം. കലിയുഗവരതനായ അയ്യപ്പനെ യുദ്ധത്തിൽ സഹായിക്കാൻ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എരുമേലിയിലെത്തി. തെക്കുനിന്നുള്ളവർ വാവരുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും, വടക്കുനിന്നുള്ളവർ കൊച്ചുകടുത്തയുടെ നേതൃത്വത്തിൽ ആലങ്ങാട് ശിവക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടുവെന്നാണ് വിശ്വാസം. ജാതിഭേദങ്ങൾ മറന്ന ഒറ്റ മനസ്സോടെ ദുഷ്ടശക്തികളോട് പൊരുതി ജയിച്ചതിൻ്റെ ആനന്ദത്തിൽ ഭക്തന്മാർ ദേഹമാസകലം ചായം പൂശി കാട്ടുകമ്പുകളും മറ്റും കയ്യിലേന്തി ആനന്ദ നൃത്തം ചവിട്ടിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇന്നും പേട്ടതുള്ളൽ നടക്കുന്നതെന്നാണ് വിശ്വാസം. തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ അയ്യപ്പൻ സ്വന്തം ആഗ്രഹപ്രകാരം ശബരിമലയിൽ കാനനവാസം ആരംഭിച്ചു. പിന്നീട് അയ്യപ്പ ദർശനത്തിനെത്തിയ ഭക്തന്മാർ എരുമേലിയിലെ പേട്ടതുള്ളൽ മുടങ്ങാതെ നടത്തി വരികയും ചെയ്യുന്നു. കൊച്ചമ്പലത്തിൽ കാണിക്കയിട്ട് തൊഴുതു നീങ്ങുന്ന പേട്ട സംഘങ്ങൾ നേരെ കയറുന്നത് വാവരു പള്ളിയിൽ. അവിടെ പ്രദക്ഷിണം വച്ച് കാണിക്കയിട്ട് തൊഴുകുമ്പോൾ അമ്പലവും പള്ളിയും തമ്മിലുള്ള അന്തരമില്ലാതാകുന്നു. കൊച്ചമ്പലം, ചെറിയമ്പലം എന്നൊക്കെ വിളിപ്പേരുള്ള പേട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നുമാണ് ശബരിമല തീർത്ഥാടകർ പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. പേട്ടതുള്ളുന്ന തീർത്ഥാടകർ വലം വച്ചിറങ്ങുന്നത് തൊട്ടു മുൻപിലുള്ള നൈനാർ ജുമാ മസ്ജിദിലേക്ക്. അവിടെ നിന്നും നിറങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ വലിയമ്പലം അഥവാ എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക്. ആദ്യം കോട്ടപ്പടിയിൽ നാളികേരമുരുട്ടും. പിന്നെ കൊച്ചമ്പലത്തിൽ കയറി ദർശനം നടത്തും. അവിടെ നിന്നും ആനന്ദ നൃത്ത ലഹരിയിൽ അയ്യപ്പൻ തിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്ന ആർത്തു വിളിച്ചാണ് സംഘനൃത്തം. കിഴക്കിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠ. കേരളത്തിലെ പ്രധാനപ്പെട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണിവിടം. കുങ്കുമം, ഭസ്മം, ചന്ദനം, കരി എന്നിവ ഭക്തർ ദേഹത്ത് തേക്കുന്നു. അയ്യപ്പന്മാർ വാവരിസ്വാമിയെ ദർശിക്കുകയും അവിടെ നിന്നും കിട്ടുന്ന കുരുമുളക് പ്രസാദവും വാങ്ങി വലിയമ്പലത്തിലേക്ക് തുള്ളി നീങ്ങുന്നു. വലിയമ്പലത്തിലെത്തിയാൽ പ്രദക്ഷിണം വയ്ക്കുന്നു. വലം വച്ച് കർപ്പൂരം കത്തിച്ച തുള്ളൽ അവസാനിപ്പിക്കുന്നു. വലിയമ്പലത്തിന് സമീപം ഒഴുകുന്ന നദിയിലിറങ്ങി കുളിക്കുന്നു. വീണ്ടും ക്ഷേത്ര ദർശനം നടത്തി തൊഴുതിറങ്ങി പരമ്പരാഗതമായ രീതിയിൽ മല ചവിട്ടുന്നു.